ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മരണത്തെക്കുറിച്ചാണ്. അതായത് മരണത്തിൻ്റെ പ്രാധാന്യം എന്താണ്? മരണം അനിവാര്യമാണോ? മരണത്തെ പൊതുവെ എല്ലാവരും ഭയപ്പെടുന്നുണ്ടല്ലേ? ഞാനും ഭയപ്പെടുന്നുണ്ട് കേട്ടോ. മരണഭയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആ ഒരു സമയത്തെക്കുറിച്ച്, അതായത് മരണത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത കാര്യമാണ് അല്ലേ? എന്നാൽ ജനനവും മരണവും സൃഷ്ടിയുടെ നിയമങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് അത് അത്യാവശ്യവുമാണ്. അതില്ലായിരുന്നെങ്കിലോ മനുഷ്യർ പരസ്പരം ആധിപത്യം സ്ഥാപിക്കും. എങ്ങനെയാണെന്നല്ലേ? നമുക്കിത് ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. ഇത് ഞാൻ വായിച്ചറിഞ്ഞ ഒരു കഥയാണ് കേട്ടോ. ഒരിക്കൽ ഒരു രാജാവിൻ്റെ രാജ്യത്തിന് പുറത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന മുനിയെ കാണാനിടയാവും. അപ്പോൾ രാജാവ് ആ മുനിയോട് ചോദിക്കും, അല്ലയോ സ്വാമി, അനശ്വരത നൽകുന്ന ഏതെങ്കിലും ഔഷധമോ ഉണ്ടെങ്കിൽ എന്നോട് പറയാമോ എന്ന് ചോദിക്കും. ഉടനെ മഹർഷി പറയും, രാജാവേ, നിങ്ങളുടെ മുന്നിൽ കാണുന്ന 2 പർവ്വതങ്ങൾ നിങ്ങൾ കടന്നു പോവുക. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു തടാകം കാണാൻ കഴിയും. ആ തടാകത്തിലെ വെള്ളം കുടിച്ചാൽ നിങ്ങൾ അനശ്വരനാകും എന്ന് പറയും. ഉടനെ രാജാവ് 2 മലകളും താണ്ടി ആ തടാകം കണ്ടെത്തും. വെള്ളം കുടിക്കാനൊരുങ്ങുമ്പോൾ വേദനാജനകമായ ഒരു ഞരക്കം രാജാവ് കേൾക്കുകയാണ്. അപ്പോൾ ആ ഞരക്കം കേട്ട സ്ഥലത്തേക്ക് രാജാവ് ചെല്ലും. അപ്പോൾ അവിടെ കാണുന്നതോ വേദനയോടെ കിടക്കുന്ന വളരെ ദുർബലനായ ഒരു മനുഷ്യനെയാണ് രാജാവ് അവിടെ കാണുന്നത്. അപ്പോൾ രാജാവ് കാരണം ചോദിക്കും അയാളോട്. അപ്പോൾ ആ മനുഷ്യൻ പറയും, ഞാൻ തടാകത്തിൽ വെള്ളം കുടിച്ച് അനശ്വരനായി. എനിക്ക് 100 വയസ്സായപ്പോൾ എൻ്റെ മകൻ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. കഴിഞ്ഞ 50 വർഷമായി ഞാനിവിടെ കിടക്കുന്നു, എന്നെ പരിപാലിക്കാൻ ആരുമില്ലാതെ. എൻ്റെ മകൻ മരിച്ചു, എൻ്റെ കൊച്ചുമക്കളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം നിർത്തി, എന്നിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നു. അപ്പോൾ രാജാവ് ആലോചിക്കും, വാർദ്ധക്യം വന്നിട്ട് അനശ്വരത കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? എനിക്ക് അമരത്വത്തോടൊപ്പം യൗവനവും ലഭിച്ചാലോ? അപ്പോൾ അതിനൊരു പരിഹാരം കാണാനായിട്ട് അദ്ദേഹം വീണ്ടും മഹർഷിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് മഹർഷിയോട് പറയും, എനിക്ക് എങ്ങനെ അമർത്യതയും യൗവനവും ലഭിക്കുമെന്ന് അങ്ങ് ദയവായി പറഞ്ഞു തരണം എന്ന് പറയും. അപ്പോൾ മഹർഷി പറയും, അങ്ങ് കണ്ട തടാകം കടന്നാൽ അങ്ങക്ക് മറ്റൊരു പർവ്വതം കൂടെ കാണാൻ സാധിക്കും. ആ പർവ്വതം മുറിച്ചു കടന്നാൽ അവിടെ മഞ്ഞ നിറമുള്ള പഴങ്ങൾ നിറഞ്ഞൊരു മരം കാണാം. ആ മരത്തിൽ നിന്ന് ഒരു പഴം ഭക്ഷിക്കുക, നിങ്ങൾക്ക് അനശ്വരതയും യുവത്വവും ലഭിക്കും എന്ന് പറയും. രാജാവ് വേഗം മറ്റു പർവ്വതവും കടന്ന് മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ നിറഞ്ഞ ആ മരം കണ്ടെത്തും. അതിൽ നിന്ന് ഒരെണ്ണം പറിച്ച് തിന്നാനൊരുങ്ങുമ്പോൾ ഉച്ചത്തിലുള്ള തർക്കങ്ങളും വഴക്കും ബഹളം എല്ലാം കേട്ടിട്ട് രാജാവ് അതെന്താണെന്നറിയാനായിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാജാവ് കാണുന്നത് അവിടെ 4 യുവാക്കൾ ഉച്ചത്തിൽ വഴക്കിടുന്നതാണ്. അപ്പോൾ അവരോട് രാജാവ് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴക്കിടുന്നത്, എന്തിനാണ് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അതിലൊരാൾ രാജാവിനോട് പറയും, എനിക്ക് 250 വയസ്സായി, എൻ്റെ വലതുവശത്തുള്ള ആൾക്ക് 300 വയസ്സുണ്ട്, അവൻ എനിക്ക് സ്വത്തിൻ്റെ ഓഹരി നൽകുന്നില്ല, അതാണ് അവർ തമ്മിലുള്ള വഴക്കിനുള്ള കാരണം. അപ്പോൾ രാജാവ് വലതുവശത്തുള്ള ആളോട് ചോദിച്ചപ്പോൾ അയാൾ പറയും, 350 വയസ്സുള്ള എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, എനിക്ക് അദ്ദേഹം എൻ്റെ വിഹിതം തന്നിട്ടില്ല, അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ ഞാൻ എൻ്റെ മകന് അത് നൽകും എന്ന് ചോദിക്കും. 400 വയസ്സുള്ള പിതാവിനെ ചൂണ്ടിക്കാണിച്ച ആൾ ഇതേ പരാതി തന്നെയാണ് പങ്കുവച്ചത്. സ്വത്തിനു വേണ്ടിയുള്ള അവരുടെ നിരന്തരമായ വഴക്കും ബഹളവും പോരാട്ടവും എല്ലാം കാരണം ഗ്രാമത്തിൽ നിന്ന് അവരെ പുറത്താക്കാൻ ഗ്രാമീണർ തീരുമാനിച്ചു. അങ്ങനെ അവരെ ഗ്രാമത്തിൽ നിന്നും പുറത്താക്കി. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കേട്ടിട്ട് രാജാവ് ആലോചിക്കുകയാണ്, ഇത് ശരിയാവുന്ന കാര്യമല്ല. അങ്ങനെ രാജാവ് വീണ്ടും ആ മഹർഷിയുടെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് മഹർഷിയോട് പറയും, മഹർഷേ, മരണത്തിൻ്റെ പ്രാധാന്യം അങ്ങ് എന്നെ പഠിപ്പിച്ചു തന്നു, അതിന് ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ മഹർഷി പറയും, മരണമുള്ളതിനാലാണ് ലോകത്ത് സ്നേഹമുള്ളത്. മരണം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒന്നേ ചെയ്യണ്ടു, ഓരോ ദിവസവും ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക, സ്വയം മാറുക, ലോകവും മാറും. അതെ, മരണം അനിവാര്യം തന്നെയാണ് അല്ലേ? നമുക്കാർക്കും മരണത്തെ തടുത്തു നിർത്താനാവില്ല. നമ്മളാരും ചിരഞ്ജീവികളുമല്ല. പിന്നെ കവിഭാവന പോലെ നമുക്കും വേണമെങ്കിൽ ഒന്ന് പാടി നോക്കാം.
ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന്. ഇതാണ് എൻ്റെ ചെറിയൊരു കഥ. മഹത്തായ അറിവ് പകർന്നു നൽകിയവരുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.